ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. സ്നാനം കഴിഞ്ഞ ഉടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. ഇന്ന് ധനഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. ഈ ധനഹ തിരുനാളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് നമ്മുടെയൊക്കെ മാമോദീസായ. നമ്മൾ മാമോദീസായിലൂടെ ആരായിട്ട് തിരിക്കുക? നമ്മുടെ ഉത്ഭവഭാവം മാറ്റി നമ്മൾ ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ജനിക്കുകയാണ്. അവൻ്റെ ദൈവപുത്ര സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന കൂദാശയാണ് മാമോദീസ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ കൂദാശയെക്കുറിച്ച് അറിയാനായിട്ടോ ഈ കൂദാശയുടെ വില മനസ്സിലാക്കി ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ടോ നമുക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് ഈ ധനഹ തിരുനാളിൽ എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, മോനെ, നീ നിൻ്റെ മാമോദീസയെക്കുറിച്ച് ചിന്തിക്കുക. നീ ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിനക്ക് തയ്യാറാവണം, നിനക്ക് സാധിക്കണം. നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പാപത്തിന് അടിമപ്പെട്ടു പോകും. നമ്മളൊക്കെ ദൈവത്തിൻ്റെ പുത്രരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവപുത്ര സ്ഥാനം എനിക്കുണ്ട്. പക്ഷേ ആ സ്ഥാനം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാനായിട്ട്, അത് പാലിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതിനുമാണ്. ഈ ലോകത്തിൻ്റെ മകനല്ല ഞാൻ, മറിച്ച് എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ മകനാവുമ്പോൾ ദൈവത്തെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും. ആ മാമോദീസ വേളയിൽ വിശുദ്ധിയുടെ വെണ്മയുള്ള ഒരു വസ്ത്രം നമുക്ക് നൽകിക്കൊണ്ട് സഭ നമ്മളോട് പറയുന്നു, മോനെ, നിന്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള എല്ലാ പാപങ്ങളും ഞാൻ കഴുകിക്കളയുകയാണ്. ഇനി നിന്റെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയുള്ളതായിരിക്കണം. ഈ വെണ്മയുള്ള വസ്ത്രം പോലെ വിശുദ്ധമായ ജീവിതം നിനക്ക് നയിക്കാനായിട്ട് സാധിക്കണം. ഇതിൽ പാപത്തിൻ്റെ കറ ഒരിക്കലും പുരളുവാനായിട്ട് ഇടയാവരുത്. പാപത്തിലേക്ക് നീ വീണാൽ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെ അത് കഴുകിക്കളഞ്ഞുകൊണ്ട് എന്നും വിശുദ്ധിയോടുകൂടി ഈ വെണ്മയുള്ള വസ്ത്രം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് സഭ നമുക്ക് പറഞ്ഞു തരിക. പക്ഷേ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബോധ്യമില്ലാതെ പോവുകയാണ്. വീണ്ടും പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടി ഈ ലോകത്തിലെ സാധാരണ ഒരു വ്യക്തിയെ പോലെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം. നമുക്ക് മാമോദീസായിൽ ലഭിച്ച ആ വിശുദ്ധിയുടെ വെണ്മയുള്ള വസ്ത്രം അല്ലെങ്കിൽ ദൈവപുത്ര സ്ഥാനം എത്രമാത്രം കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്? അതോ ഇന്നും ഞാൻ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ സ്ഥാനം മനസ്സിലാക്കാതെ എല്ലാ പ്രലോഭനങ്ങൾക്കും അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ? ആണെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ഈ ലോകത്തോടുള്ള ആഗ്രഹവും മോഹവും ഒക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് ഞാൻ എന്ന് തിരിച്ചറിയുവാനായിട്ട് മാമോദീസായിൽ നമുക്ക് ലഭിച്ച ആ വിശുദ്ധി, ആ വെണ്മ, ആത്മാവിൻ്റെ അഭിഷേകം, അതൊക്കെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് എന്നും വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ലോകസുഖങ്ങളിൽ നിന്ന് അകന്ന് ദൈവപുത്രരായിട്ട് ജീവിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.